തീർച്ചയായിട്ടും ആരുണ്യ സ്വാതി. കാരണം നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ അപ്പുറത്ത്, കാരണം കുറച്ചു മുമ്പ് ഞാൻ നിന്ന സ്ഥലത്ത് തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിലാണ് ചെറുപ്പക്കാർ കഴിഞ്ഞ 2 മണിക്കൂറായി മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും 1-1.5 മണിക്കൂർ കഴിഞ്ഞ് VS-ന്റെ വിലാപയാത്ര വാഹനവ്യൂഹം ഇവിടെ എത്തും എന്നാണ് കണക്കാക്കുന്നത്. 2 മണിക്കൂറിലേറെയായി. അപ്പോൾ അവിടെ ആ ചെറുപ്പക്കാർ അവിടെ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നത് കാണാം. റോഡിന്റെ മീഡിയനിന് മീതെ കയറി നിൽക്കുന്ന സ്ത്രീകളോട് ഞാൻ സംസാരിക്കുകയുണ്ടായി. കഴിഞ്ഞ 2 മണിക്കൂറായി അവരവിടെ നിൽക്കുകയാണ്. ഇനി 1 മണിക്കൂർ കൂടി അതേ ഒരു 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 കുട്ടി നമ്മളോട് കൂടെ ചേരുകയാണ്. പ്രവീണോട് സംസാരിച്ചു അല്ലേ? എന്താ പേര് പറഞ്ഞേ? അഹമ്മദ് യാസിൻ. എന്തിനാ ഇവിടെ ഇപ്പൊ നിൽക്കുന്ന ഈ രാത്രിയില്? ഏത് കാണാൻ? അച്യുതാനന്ദനെ കാണാൻ. അങ്ങനെ പറഞ്ഞൂടാ, VS അച്യുതാനന്ദൻ അല്ലേ? അപ്പൂപ്പൻ. ആരാ പറഞ്ഞ? അദ്ദേഹം ആരാണെന്നാ പറഞ്ഞേ? വീട്ടിലൊക്കെ പറഞ്ഞ എല്ലാവരും വന്നിട്ടുണ്ടോ? ഫാമിലിയൊക്കെ എല്ലാവരും വന്നിട്ടുണ്ടോ? എല്ലാവരും വന്ന് കാത്തു നിൽക്കുന്നുണ്ട്. ഇതാ VS-ന്റെ വാഹനവ്യൂഹം എത്തുമ്പോൾ, വിലാപയാത്ര എത്തുമ്പോൾ സമർപ്പിക്കാനുള്ള റീത്തുകൾ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. സ്ഥാപനങ്ങളുടെ, പ്രസ്ഥാനത്തിന്റെ, CPI, വിവിധ പാർട്ടികളുടെ ഒക്കെ VS-ന്റെ ഒരു ഛായാചിത്രം അവരാലാവുന്ന വിധം പെട്ടെന്ന് തയ്യാറാക്കി അതിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കുറെ നേരമായോ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്? 3-4 മണിക്കൂറായി. 4 മണിക്കൂറായിട്ട് ഈ ഇരിപ്പാണ്. അതെ. തിരുവനന്തപുരത്തിന് പോകാൻ ആലോചിച്ചിരുന്നോ? തിരുവനന്തപുരത്തിന് പോകാൻ ആലോചിച്ചിരുന്നു, പക്ഷേ ഇവിടെ വരൂ എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യും. വൈകുമെന്നാണ് പറയുന്നത്. വൈകിയാലും കാത്തിരിക്കും, കണ്ടിട്ടേ പോവുള്ളൂ. ഇത്ര 5 മണിക്കൂർ 4 മണിക്കൂർ കാത്തിരുന്ന് കാണാനുള്ള ഒരു സ്നേഹം എന്തായാലും ഉണ്ടാവുമല്ലോ. ആ സ്നേഹം എങ്ങനെയാണ് രൂപപ്പെട്ടത്? അത് ഹൃദയത്തിൽ വന്ന് പതിച്ചതാണ്. അത് യാതൊരു കാരണവശാലും മാറില്ല. കേരളത്തിന്റെ വീരപുത്രനാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. കാണാൻ ഒരു നോക്ക് അവസാനമായി കാണുന്നതിന് വേണ്ടി ആകാംക്ഷയോടുകൂടി ഇരിക്കുകയാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ പാർട്ടി മെമ്പർമാരെല്ലാം ഉണ്ട്. കിളിമാനൂർ മണ്ഡലം CPI-യുടെ സെക്രട്ടറി, ബാക്കിയുള്ള കൗൺസിൽ അംഗങ്ങൾ എല്ലാവരും ഇവിടെ വന്നിരിക്കുകയാണ്. CPI പ്രവർത്തകരാണ്. അപ്പോൾ CPI-യുടെ എല്ലാ നേതാക്കളും ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഹൃദയത്തിൽ ആഴ്ന്നു പോയ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു ചുമതലക്കാരനെന്നുള്ള നിലയിൽ, ഈ കേരളത്തിനെ നയിച്ച ഒരു ആളെന്നുള്ള നിലയിൽ അദ്ദേഹത്തിനെ കാണാനുള്ള ആഗ്രഹം നമ്മളിലിരിക്കുന്നു. നോക്കൂ, ഈ കഴിഞ്ഞ 4 മണിക്കൂറായി കാത്തിരിക്കുന്നുവെന്നാണ് ആളുകൾ പറയുന്നത്. കയ്യിൽ പുഷ്പങ്ങളുമായി സ്ത്രീകൾ, പെൺകുട്ടികളൊക്കെ കാത്തു നിൽക്കുന്നു. VS-നെ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് എത്ര സമയമായി? ഇനിയും വൈകും എന്നെല്ലാം കേൾക്കുന്നു. കയ്യിൽ പൂക്കളൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇത്ര സമയം ഈ കുട്ടികളെയൊക്കെ അടക്കം, മക്കളെയൊക്കെ അടക്കം വന്നിട്ട് ഇങ്ങനെ നിൽക്കാൻ തോന്നുന്ന ഒരു സ്നേഹമല്ലോ. കണ്ടിട്ടേ പോകും. വിഷമം വരുന്നുണ്ട്. കൂടുതൽ പറയുന്നില്ല. നോക്കൂ, നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ കുടുംബത്തിൽ നിന്നൊരാൾ പിരിഞ്ഞു പോകുന്നത് പോലെ ആളുകളുടെ അടുത്ത് ഇനിയും നമ്മളിത് രാവിലെ തൊട്ടേ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. 102 വയസ്സായിട്ടുള്ള ഒരു മനുഷ്യൻ മരിച്ചിട്ട് അദ്ദേഹത്തിന്റെ വിലാപയാത്ര ഈ നാട്ടിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ, ഇക്കണ്ട കാലം ഒക്കെ ഈ നാടിന് വേണ്ടി ജീവിച്ച ഒരു മനുഷ്യന് ഈ നാട് തിരിച്ചു കൊടുക്കുന്ന സ്നേഹമല്ലേ? 2 മണിക്ക് പുറപ്പെട്ടതാണ്. ഈ സമയം എത്തുമ്പോഴും ആറ്റിങ്ങലിന്റെ ഒരു ഭാഗം കടക്കുന്നതേ ഉള്ളൂ. കിളിമാനൂർ, അതായത് അപ്പർ സൈഡാണ്. അതായത് നമ്മൾ MC റോഡ് വഴി പോകുമ്പോഴാണ് കിളിമാനൂർ ടച്ച് ചെയ്ത് പോകുന്നത്. അവിടെ നിന്നുള്ള മനുഷ്യർ വരെ ഇവിടെ വന്ന് ഈ പാതിരാത്രി ഇങ്ങനെ മഴ ചാറുന്നുണ്ട്. എത്ര വൈകാരികമായിട്ടുള്ള രംഗമാണെന്ന് ആലോചിക്കും. VS-ന്റെ ചിത്രം ഒരു കസേരയിൽ വെച്ചിട്ട് അതിന് സമീപത്ത് കാത്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ മുന്നണി പ്രവർത്തകരാണ്, ഇടതുപക്ഷ പ്രവർത്തകരാണ്, അദ്ദേഹത്തിന്റെ പാർട്ടി പ്രവർത്തകർ, CPIM പ്രവർത്തകർ അല്ല, അവര് CPI പ്രവർത്തകർ, അവര് കാത്തിരിക്കുന്നു. ഒപ്പം ഇതേ ഈ ചുറ്റുപാടുമൊക്കെ കുട്ടികളുടെ തോളത്ത് എന്തി ഫാമിലി വന്ന് കാത്തിരിക്കുന്നു. സ്ത്രീ പ്രവീണ തന്നെ ചോദിച്ചോളൂ സ്ത്രീകളോട്. എപ്പോഴത്തേക്ക് വന്നു നിന്നതാ? നമ്മൾ നേരത്തെ വന്നു. എന്തുകൊണ്ടാണ് ഈ വൈകിയ വേളയിലും ഇങ്ങനെ നിൽക്കാൻ തീരുമാനിച്ച? മഴ പെയ്യുന്നുണ്ട്. എത്ര മഴയായാലും ഇടിയായാലും സഹാബിനെ കണ്ടിട്ട് പോകുന്നുള്ളൂ. സഹാബിനെ കാണാൻ വേണ്ടി, അവസാനമായിട്ട് ഒരു നോക്ക് കാണാൻ വേണ്ടി ഇവിടെ കണ്ണും കരളുമായി സഹാബിനെ കണ്ടിട്ട് പോകുന്നുള്ളൂ. അങ്ങനെയാണോ? അതെ. പാർട്ടി പ്രവർത്തനത്തിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? SFI പ്രവർത്തകയാണ്? ഇല്ല, അങ്ങനെയൊന്നുമില്ല. കാണണമെന്നൊരു നേതാവല്ലേ, അപ്പം കാണാൻ വേണ്ടി വന്നതാണ്. പണ്ടൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെ വന്നതാണ്. 10ാം ക്ലാസ്സിൽ. 5-6 വർഷമായി അദ്ദേഹം, കഴിഞ്ഞ 5 വർഷമായിട്ട് VS മൗനിയാണ്.
അപ്പോൾ ഒരുപക്ഷെ ആ കുട്ടി 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരിക്കും, അന്ന് ചെറിയ കുട്ടിയല്ലേ. അപ്പോൾ അവളുടെ ഓർമ്മയിൽ ഉള്ള VS ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വീട്ടിൽ പറഞ്ഞു കേട്ട VS വലിയ ആളാണെന്ന്, പക്ഷേ VS വലിയ ഒരാളായിരിക്കാം. നേരത്തെ നമ്മൾ ഉച്ചയ്ക്കൊക്കെ പറഞ്ഞതുപോലെ ഈ ചെറുപ്പക്കാരൊക്കെ വളർന്ന് വലുതാകുമ്പോൾ ചിലപ്പോൾ ഇവർ വേറെ രാഷ്ട്രീയ ധാരയിലേക്കൊക്കെ പോയേക്കാം. എങ്കിലും അതെ 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 VS ഒരുപക്ഷെ കിടപ്പിലായതിനു ശേഷം ജനിച്ച കുട്ടികളുമായിട്ട് മാതാപിതാക്കൾ വന്ന് ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട് ഈ പാതിരാത്രി ഈ സമയത്ത്, അല്ലേ? അങ്ങനെ ഒരു കുടുംബമാണ്. മോൾക്ക് എത്ര വയസ്സായി? 4 വയസ്സ്. അതായത് VS അച്യുതാനന്ദൻ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങളായിട്ട് കിടക്കുമ്പോൾ ജനിച്ച ആളാണ്. എന്നിട്ട് ആ മോളെയും കൊണ്ട് വന്ന് കാണാൻ നിൽക്കുവാണ്, അന്ത്യയാത്രയ്ക്ക് അഭിവാദ്യം അർപ്പിക്കാൻ നിൽക്കുവാണ്. വൈകിയ വേളയിൽ മോളെയും കൊണ്ട് നിൽക്കുന്നതിന്റെ കാരണം എന്താ? കാണാനുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ്. നോക്കൂ, അപ്പോ നമ്മൾ പറഞ്ഞ പോലെയാണ് 4 വയസ്സായ മോളാണ്. അങ്ങനെ തന്നെയാണ്. ഒരുപക്ഷെ അവള് കുറെ വലുതായി കഴിയുമ്പോൾ ചിലപ്പോൾ അവളുടെ ഓർമ്മകൾ, ഈ സമയത്തെ ഓർമ്മകൾ ചിലപ്പോൾ ഉറച്ചിട്ടുണ്ടാവില്ലല്ലോ. പിന്നെ VSനെ കുറിച്ച് പറഞ്ഞു കേൾക്കുമ്പോൾ ചിലപ്പോൾ പറയും, എൻ്റെ അച്ഛൻ VSന്റെ അന്ത്യയാത്ര പോകുന്ന സമയത്ത് എനിക്ക് ഓർമ്മയില്ലെങ്കിലും എന്നെ കൊണ്ടുവന്ന് കാണിച്ചിട്ടുണ്ട് എന്ന് അങ്ങനെ വൈകാരികമായ നിമിഷങ്ങൾ നിർമ്മിക്കപ്പെടുകയാണ് ഇവിടെ. കാണുന്തോറും VSനോടുള്ള മനുഷ്യരുടെ സ്നേഹത്തിന്റെ കടലാഴം നമ്മളെ മനസ്സിൽ ഇങ്ങനെ വന്ന് സ്പർശിച്ചുകൊണ്ടിരിക്കുകയാണ്. CPI പ്രവർത്തകർ കാത്തിരിക്കുന്നത് കണ്ടില്ലേ? അല്ല, നമ്മൾ ഇത് സംസാരിക്കുമ്പോൾ വാർത്താപ്രവർത്തകർ വാർത്തയിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തിരിക്കണം. അദ്ദേഹം CPMൽ എന്നുള്ളതല്ല, അദ്ദേഹം വിശാലമായ ഒരു കമ്മ്യൂണിസത്തെ അല്ലെങ്കിൽ വിശാലമായ പ്രത്യയശാസ്ത്രത്തെ മുന്നിൽ കണ്ടൊരു മനുഷ്യനായിരുന്നു. പ്രവീണ കരുതുന്നുണ്ടോ ഈ നിൽക്കുന്ന മുഴുവൻ, ഇപ്പോൾ വിശാലമായ ഇടത് രാഷ്ട്രീയമാണെങ്കിൽ പോലും ഈ നിൽക്കുന്ന മുഴുവൻ ആളുകളും CPIയോ അല്ലെങ്കിൽ CPM തന്നെയോ? കാരണം രാവിലെ നമ്മൾ കണ്ട എത്രയോ മനുഷ്യർ, അവർ ഒരു ഈ പാർട്ടി പ്രവർത്തകർ, നമ്മൾ കണ്ട 80 വയസ്സായ മനുഷ്യൻ പാർട്ടി പ്രവർത്തകൻ പോലുമല്ല. അവിടെ സാധാരണ ഈ പാർട്ടി യോഗങ്ങളിലും മറ്റൊരു ഒരു ചാനൽ ക്യാമറയൊക്കെ വരുന്ന സമയത്ത് മുദ്രാവാക്യം വിളികൾ ഉച്ചസ്ഥായിലാവാറുണ്ട്. അവിടെ ഇപ്പോൾ ഞാൻ കരുതുന്നത് അങ്ങനെ ഒരു ചാനൽ ക്യാമറകളോ മറ്റോ ഇല്ല. ഇതൊരു ഇലക്ഷൻ ജയിച്ചതിന്റെ പ്രകടനം നടക്കുകയല്ല. മനുഷ്യർ അവിടെ നിന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് രീതി അഭിവാദ്യം ചെയ്യുകയാണല്ലോ. അന്ത്യാഭിവാദ്യങ്ങൾ ഇങ്ങനെ കൊടുക്കുന്ന അവര് സ്ഥിരോത്സാഹത്തോടെ മുഷ്ടിച്ചുരുട്ടി കഴിയാവുന്നത്ര ഉച്ചത്തിൽ ആവർത്തിച്ച് VSന് അന്ത്യാഭിവാദ്യങ്ങൾ നേരുകയാണ്. അച്ഛന്റെ ചുമലിൽ മക്കൾ വന്നു നിൽക്കുന്നു. ഈ സമയത്ത് മോളെയും കൊണ്ട് നിൽക്കുന്നത് VSനെ കാണാനുള്ള, അതെ കാണാൻ വേണ്ടിയിട്ടാണ്. മോൾക്ക് VSനെ കുറിച്ചൊക്കെ അറിയാം, പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ചെറുതായിട്ട് അറിയാം, പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്തായാലും കണ്ടിട്ടേ പോകും. അതെ കണ്ടിട്ടേ പോകുന്നുള്ളൂ. അതിനാണ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അത് അധികം പറയുന്നില്ല അല്ലേ പ്രവീണ? പക്ഷേ ആ പ്രവൃത്തിയിലുണ്ട്. ഈ പ്രായമുള്ള ഒരു കുഞ്ഞുമായിട്ട് വന്നിട്ട് പറഞ്ഞു VSനെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. VSനെ കുറിച്ച് പറഞ്ഞു. മോളുടെ പേരെന്താ? എന്താ കുഞ്ഞിന്റെ പേര്? ഇല്ല. ഒക്കെ കണ്ടിട്ട് ആളുകൾ ബഹളം വെക്കുന്നത് എന്തിനാണെന്നായിരിക്കും ആലോചിക്കുന്നത്. കുറെ